നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ ഇന്ത്യൻ പ്ലേയിങ് 11-ൽ സ്ഥാനം ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിച്ചിരിക്കുകയാണ് ഇടം കയ്യൻ പേസർ അർഷ്ദീപ് സിംഗ്. സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയുടെ പേസ് പങ്കാളിയായി മുഹമ്മദ് സിറാജിനേക്കാൾ മികച്ച ഓപ്ഷൻ താനാണെന്ന് താരം തെളിയിച്ചിരിക്കുകയാണ്. വിജയ് ഹസാരെ ട്രോഫി ഏകദിന ടൂർണമെന്റിൽ കരുത്തരായ മുംബൈക്കെതിരെയാണ് ഫൈഫറുമായ പഞ്ചാബിനായി അർഷ്ദീപ് തീപ്പൊരിയായത്. അടുത്ത മാസം ഇംഗ്ലണ്ടുമായി നാട്ടിൽ നടക്കാനിരിക്കുന്ന വൈറ്റ് ബോൾ പരമ്പരകളിലാണ് അദ്ദേഹത്തെ അടുത്തതായി കാണാൻ സാധിക്കുക. അതിനുശേഷമാണ് ഏകദിന ഫോർമാറ്റിലുള്ള ചാമ്പ്യൻസ് ട്രോഫി നടക്കാനിരിക്കുന്നത്. ഇവയ്ക്കെല്ലാം താൻ തയ്യാറായി കഴിഞ്ഞെന്ന് തെളിയിക്കുകയാണ് വിജയ് ഹസാരെ ട്രോഫിയിൽ അർഷ്ദീപ് സിംഗിന്റെ ഗംഭീര പ്രകടനം. അഹമ്മദാബാദിൽ നടന്ന വിജയ് ഹസാരെ ട്രോഫിയുടെ 4-ാം റൗണ്ടിൽ ഗ്രൂപ്പ് സി മത്സരത്തിലാണ് അർഷ്ദീപ് സിംഗ് പഞ്ചാബിനായി കസറിയത്. അടുത്ത IPL-ൽ പഞ്ചാബ് കിങ്സിലെ തന്റെ പുതിയ ക്യാപ്റ്റൻ കൂടിയായ ശ്രേയസ് അയ്യരെ അടക്കം പുറത്താക്കിയാണ് അദ്ദേഹം ഫൈഫറിന് അവകാശിയായത്. വെറും 41 ബോളുകൾക്കിടെയാണ് മുംബൈയുടെ 5 പേരെ അർഷ്ദീപ് മടക്കിയത്. 10 ഓവർ ക്വാർട്ടർ പൂർത്തിയാക്കിയ അദ്ദേഹം ഒരു മെയ്ഡൻ അടക്കം 3.8 എക്കണോമി റേറ്റിൽ 38 റൺസ് മാത്രം വിട്ടുകൊടുത്താണ് 5 പേരെ മടക്കിയത്. അർഷ്ദീപിന്റെ പ്രകടനം ആദ്യം ബാറ്റ് ചെയ്ത മുംബൈയെ 48.5 ഓവറിൽ 248 റൺസിൽ ഒതുക്കാൻ പഞ്ചാബിനെ സഹായിക്കുകയും ചെയ്തു. മുംബൈ ബാറ്റിംഗ് ലൈനപ്പിലെ ടോപ്പ് 6-ലുള്ള 5 പേരുടെയും വിക്കറ്റുകൾ ഹർഷ്ദീപ് സിംഗിനാണെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഓപ്പണിംഗ് ജോഡികളായ ആംഗ്രിഷ് രഘുവംശി, ആയുഷ് മാത്രേ, നായകൻ ശ്രേയസ് അയ്യർ, സൂര്യകുമാർ യാദവ്, ശിവം ദുബെ എന്നിവരുടെ വിക്കറ്റുകളാണ് അർഷ്ദീപ് പോക്കറ്റിലാക്കിയിരിക്കുന്നത്. ആദ്യത്തെ ഓവറിൽ തന്നെ വിക്കറ്റ് വേട്ടയ്ക്ക് അർഷ്ദീപ് തിരികൊളുത്തുകയായിരുന്നു. ഓവറിലെ അവസാന ബോളിൽ രഘുവംശിയെ അദ്ദേഹം വിക്കറ്റിന് മുന്നിൽ കുരുക്കുകയുമായിരുന്നു. തന്റെ അടുത്ത ഓവറിൽ മറ്റൊരു ഓപ്പണറായ മാത്രയെയും അർഷ്ദീപ് മടക്കി. വിക്കറ്റിന് മുന്നിൽ കുരുങ്ങിയാണ് താരം ക്രീസ് വിട്ടത്. 5 ബോളുകൾ നേരിട്ടിട്ടും അക്കൗണ്ട് തുറക്കാൻ സാധിക്കാതെ അദ്ദേഹം രമൺദീപ് സിംഗിന് ക്യാച്ച് സമ്മാനിക്കുകയായിരുന്നു. നായകൻ ശ്രേയസ് ആയിരുന്നു അർഷ്ദീപിന്റെ 4-ാമത്തെ ഇര. ടീം വലിയ ബാറ്റിംഗ് തകർച്ച നേരിടവേ ക്രീസിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച ശ്രേയസിനെ അർഷ്ദീപ് ബൗൾഡാക്കുകയായിരുന്നു. വമ്പനടിക്കാരനായ ഓൾറൗണ്ടർ ദുബെയെ പുറത്താക്കിയാണ് അർഷ്ദീപ് ഫൈഫർ പൂർത്തിയാക്കിയത്. 17 റൺസ് എടുത്ത ദുബെയെ നമാൻ ധറാണ് പിടികൂടിയത്. ഇതോടെ മുംബൈ ടീം 13 ഓവറിൽ 6 വിക്കറ്റിന് 61 റൺസിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു. വിജയ് ഹസാരെ ട്രോഫി 3-ാം റൗണ്ടിലേക്ക് കടക്കവേ പഞ്ചാബിനായി മിന്നുന്ന പ്രകടനമാണ് അർഷ്ദീപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടൂർണമെന്റിലെ റൺ വേട്ടക്കാരിൽ 3-ാം സ്ഥാനം പങ്കിടുകയാണ് അദ്ദേഹം. 3 മത്സരങ്ങളിൽ നിന്നും 5.10 എക്കണോമി റേറ്റിൽ 8 വിക്കറ്റുകളാണ് അർഷ്ദീപിന്റെ സമ്പാദ്യം. മുംബൈക്കെതിരായ ഫൈഫറാണ് അദ്ദേഹത്തെ വിക്കറ്റ് വേട്ടക്കാരിൽ വലിയ മുന്നേറ്റം നടത്താൻ സഹായിച്ചത്.